വി.എസിനെ രൂപപ്പെടുത്തിയത് മാർക്സിസ്റ്റ് ആശയവും പാർട്ടിയുമായിരുന്നുവെന്ന് പിണറായി വിജയൻ അനുസ്മരിച്ചു. വെട്ടിനിർത്തൽക്കാരനെന്ന വി.എസിനെ ആക്ഷേപിച്ച മാധ്യമങ്ങൾക്ക് പിന്നീട് തിരുത്തേണ്ടി വന്നുവെന്ന് എം.എ. ബേബിയും പറഞ്ഞു. നമ്മുടെ CPIM-ന് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെയും ഇന്നത്തെ ഘട്ടത്തിൽ ജനാധിപത്യ ശക്തികൾക്കും വലിയ നഷ്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് വി.എസിൻ്റെ വിയോഗം. ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കുവഹിച്ച ചുരുക്കം മഹാരഥന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് വി.എസ്. നേതാക്കന്മാരുടെ വിയോഗങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കുന്നതിനാണ് എക്കാലവും നാം ശ്രദ്ധിച്ചു വന്നിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് വലിയ ആക്രമണങ്ങളും അപവാദ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ആ ആക്രമണങ്ങളും അപവാദ പ്രചരണങ്ങളുമെല്ലാം എത്ര നിരർത്ഥകമാണെന്നുള്ളത് സഖാവ് വി.എസിനെ പോലുള്ളവരുടെ സമൃദ്ധമായ സമരസമ്പന്നമായ ജീവിതത്തിൻ്റെ ഈ അന്ത്യനിമിഷത്തിൽ സഖാവ് വി.എസിൻ്റെ മഹത്വം അംഗീകരിക്കാൻ, സഖാവ് വി.എസിനെ വെട്ടുനിരുത്തലുകാരനെന്നെല്ലാം പറഞ്ഞ് അപഹസിച്ചിട്ടുള്ള മാധ്യമങ്ങൾ പോലും സഖാവ് വി.എസിൻ്റെ മഹത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും ഈ സമയം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വി.എസ് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന സത്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി.എസ്. വികസിത കേരളം ശക്തിപ്പെടുത്തുന്നതിന് നിസ്തൂലമായ സംഭാവനയാണ് നൽകിയത്. ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായും സഖാവ് പ്രവർത്തിക്കുകയുണ്ടായി. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പോരാളിയും പാർട്ടിയുടെ നേതാവുമായ സഖാവ് വി.എസ്. നടത്തിയ ബഹുമുഖ പ്രവർത്തനങ്ങളെ കേരളം ഹൃദയത്തോട് ചേർത്ത് വെച്ച് അംഗീകരിച്ചു. നാട് എത്രമാത്രം സഖാവ് വി.എസിനെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു സഖാവ് വി.എസിൻ്റെ അവസാന യാത്ര. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങളും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തി. സഖാവ് വി.എസിൻ്റെ വിയോഗം കേരളീയ സമൂഹത്തിലും പുരോഗമന രാഷ്ട്രീയത്തിലും പൊതുവെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് വി.എസിൻ്റെ വിടവാങ്ങൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സഖാക്കളുടെയും മറ്റെല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു.